ഞങ്ങൾ ഇനി കറങ്ങാൻ പോവാണ് കൊട്ടവഞ്ചിയിൽ. അല്ല എൻ്റെ ഈഴവ മാതാവ്. എങ്ങനെ വീട്ടിലല്ലേ ഒരു നീരുറവ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇവിടുത്തെ വെള്ളമാണ്. ഇവിടെ പണ്ട് ആൾക്കാർ ഒരുപാട് പേര്. അതെ, എല്ലാവർക്കും എൻ്റെ ഫാമിലിയോട് സ്വാഗതം കേട്ടോ. ഇന്ന് ഒരു ട്രിപ്പിൻ്റെ വ്ളോഗാണ് കേട്ടോ. ഈ ട്രിപ്പ് ഞങ്ങൾ പോയത് ആക്ച്വലി ഓണത്തിന് മുൻപേ പോയതാണ്. ഇപ്പോഴാണ് ഞാൻ ഇടണേന്ന് മാത്രം കേട്ടോ. കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായതുകൊണ്ട്. പിന്നെ എൻ്റെ തൊണ്ടയ്ക്കൊരു കിച്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം എല്ലാവരും. ഇതേ ഇരിക്കണണ്ട ഇവളാണ് സ്റ്റിൻഡ. എൻ്റെ ചെറുപ്പത്തിലേ തൊട്ടുള്ളൊരു കൂട്ടുകാരിയാണ് കേട്ടോ. എൻ്റെ വല്യമ്മേരെ മോനെയാണ് ഇവളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകും. ഇവളുടെ കൂടെ എനിക്ക് വേറെ 2-3 കൂട്ടുകാരുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറില്ല, റിജി, അവൾ ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ്. അതുമാതിരി ഷെറിനുണ്ട്. അങ്ങനെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ട്. പക്ഷേ റിജിയും ഇവളാണ് ഇപ്പം എൻ്റെ കണക്ഷനിൽ ഇപ്പോഴും നിൽക്കണം കേട്ടോ. അപ്പോൾ ഇത് മാതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ് കേട്ടോ. കുറുവിലങ്ങാട് പള്ളി ലോകത്തിൽ വെച്ച് തന്നെ ആദ്യം പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ്. അപ്പോൾ ഒന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് തന്നെ ആവാമെന്ന് ഞങ്ങൾ വിചാരിച്ചു യാത്ര. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്ക് ഈ സമയമായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്നെ പാക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അത് ഇവിടെ നിന്നിട്ട് കുറേ സ്ഥലമുള്ള കാരണം കഴിക്കാനും സ്ഥലമുണ്ട്. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിക്കുക. അതെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതേ കുറുവിലങ്ങാട് പള്ളിയിലാണേ. നമ്മുടെ ലോകത്തിൽ ആദ്യമായിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയാണ്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷേ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ പറയുക എന്ന് വെച്ചാൽ കുറുവിലങ്ങാട് പള്ളിയിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുറുവിലങ്ങാട് പള്ളിയിൽ പോയിട്ട് മാതാവിനൊക്കെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ സൈഡിലൊക്കെ ഇരുന്ന് നമുക്കത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിരിയാമെന്ന് വിചാരിക്കാണ് കേട്ടോ. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് കാണേ. ഞാൻ അതിൻ്റെ ഇടയിൽ ഈ പള്ളിയുടെ ഉള്ളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ കട്ടിത്തരാം. എൻ്റെ അപ്പച്ചൻ ഈ ട്രിപ്പിന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പച്ചൻ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ അപ്പച്ചൻ കാറ്ററിങ് നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഫുഡുകളൊക്കെ പാക്ക് ചെയ്തിട്ട് തന്നു. ഉച്ചയ്ക്കുള്ള ഫുഡ് വരെ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലത്തേക്ക് ഞങ്ങൾക്ക് വെള്ളയപ്പം ഇഷ്ടമായിരുന്നു. ഇത് കണ്ട ഗ്യാസും ചൂടാക്കി കഴിക്കാൻ ഗ്യാസ് പിന്നെ ഫുഡും ഒക്കെ ഞങ്ങളിതേ ട്രാവലറിൻ്റെ ബാക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ പൂവായിട്ട് നടക്കുകയാണ് പിള്ളേരെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടേ. പിള്ളേർക്കാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണല്ലോ. ഇതെന്റെ ആന്റി. ഒരു വലിയ പള്ളിയാണ് കേട്ടോ ഈ പള്ളി. ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ എന്തോ പന്തലൊക്കെ കിട്ടുന്നുണ്ട്. എന്തിൻ്റെ ഭാഗമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് പെരുന്നാളിൻ്റെ ഭാഗമായിരിക്കുമെന്ന്. ഇവിടുത്തെ പെരുന്നാൾ എന്നാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര വലിയൊരു പള്ളിയാണ്, ഒരു പഴയ പള്ളിയാണ്. ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുർബാന കഴിഞ്ഞാലല്ലേ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കുർബാനയൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിതേ പള്ളിയുടെ അകത്തേക്ക് കയറാണ്. ഇതാണ് പള്ളിയുടെ അകം. ഇത് എനിക്ക് കാണുമ്പോൾ, ഈ പള്ളി കാണുമ്പോൾ തൃശ്ശൂർ പുത്തൻപള്ളി ഓർമ്മ വരാണ് കേട്ടോ. ഏകദേശം ആ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ഇതാണ് ഈ പള്ളിയിലെ വലിയ പള്ളി. ഇതിൻ്റെ എങ്ങനെ ഐതിഹ്യം എന്നൊന്നും അറിയില്ല. ഇവിടെ വലിയ പള്ളി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. പണ്ടത്തെ പള്ളിയായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ആ പള്ളിയുടെ അൾത്താരയാണെന്ന് തോന്നുന്നു ഇത്. അപ്പം ആ ആൾത്താരം ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ അവർ വേറെ പള്ളി പണിതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നണേ. അപ്പം ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റാച്ചുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗ്രോട്ടോയിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഗ്രോട്ടയാണ്. ഞാൻ ഇങ്ങനെ ഒരു ഗ്രോട്ട എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. മാതാവിനോട് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവിടുത്തുകാരോട് ഇവിടെ ഒരു ദേവാലയം പണിയണമെന്ന് മാതാവ് ആഹ്വാനം ചെയ്യാനുണ്ടായത് കേട്ടോ. പിന്നെ ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഉണ്ടായ ഒരു ഉറവയാണ്. ഇവിടെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്. ആദ്യമൊക്കെ ഈ കിണറിൽ നിന്ന് നേരിട്ട് വെള്ളം കോരിയെടുത്തിട്ടാണ് വിശ്വാസികളൊക്കെ കുടിക്കാറ്. പിന്നെ ഒരുപാട് ആൾക്കാർ അത് ദുരുപയോഗം ചെയ്യണം കണ്ടു. ഇങ്ങനെ ചില്ലറ പൈസയൊക്കെ ഇടലും പിന്നെ അത് വെള്ളം ഇങ്ങനെ മലിനാക്കണമൊക്കെ കണ്ടിട്ട് അത് ഇവരിങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടൊരു പൈപ്പ് കണക്ഷൻ അവിടെ കൊടുത്തിട്ട് നമ്മൾ അതിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത് കേട്ടോ. ഇപ്പോഴും വെള്ളം ഉണ്ടാവും. ഒറ്റ ദിവസം പോലും പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരുപാട് പേര് വിശ്വാസികൾ വന്ന് വെള്ളം കുടിക്കാറുണ്ട്. ഈ മാതാവിനെ ചുറ്റി വെള്ളം കുടിച്ചിട്ട് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് രോഗസൗഖ്യമൊക്കെ കിട്ടുമെന്നാണ് വിശ്വാസം. മാതാവ് പിന്നെ എൻ്റെ ചങ്കായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പള്ളികളിലൊക്കെ പോകാനും അതേപോലെ തന്നെ മാതാവിനൊരു പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേളാങ്കണ്ണി പള്ളിയിലേക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ വഴി കിട്ടിയിട്ടുള്ളതാണ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞ മാതാവിനെ ഞാൻ എൻ്റെ അമ്മ എന്നാണ് പറയുക. അത്രയും സ്നേഹമാണ് എനിക്ക് മാതാവിനോട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു കേട്ടോ. അത്ഭുത ഉറവേല വെള്ളമൊക്കെ കുടിച്ചു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവിടെ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ അധികം നേരമൊന്നും കിട്ടിയില്ല കാണാൻ. എന്നാലും ജസ്റ്റ് ഒന്ന് ഓടിപ്പോയി ഒന്ന് പോന്നു കേട്ടോ. ഈ മ്യൂസിയത്തിലാണെങ്കിൽ പണ്ട് വൈദികരൊക്കെ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ തിരുവസ്ത്രങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് കുറേ ഉണ്ട്, പക്ഷെ അത് കാണാനായിട്ടുള്ളൊരു ടൈം ഉണ്ടാവാത്തതുകൊണ്ട് പിന്നെ കാണാനായിട്ട് നിന്നില്ല കേട്ടോ. ഈ ചേട്ടനാണ് ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും പള്ളിയിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥിച്ച് പിന്നെ യാത്ര തുടർന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഏതൊരു ആനക്കോട്ടയിലാണ് എത്തിയത്. ആനക്കോട്ടയിലെത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടെ ഭയങ്കര കത്തി റേറ്റാണ് എല്ലാത്തിനും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് കയറി. ഇത് കോന്നി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു കൊട്ടവഞ്ചിയിൽ നമുക്കിങ്ങനെ യാത്രയൊക്കെ ഉണ്ട്. ഇത് കല്ലാറ് പുഴയാണ്. അപ്പോൾ നല്ല രസമാണ്, നല്ല തെളിഞ്ഞ വെള്ളം. നമുക്കിങ്ങനെ ഒരുപാട് ദൂരമൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റും, വെറുതെ ഇങ്ങനെ നടക്കാൻ പറ്റും. ഇതാണ് കേട്ടോ കൊട്ടവഞ്ചികൾ. ഈ കൊട്ടവഞ്ചികളിൽ 4 പേര് വീതമാണ് ഇരിക്കേണ്ടത്. എന്നിട്ട് ഞങ്ങളിരുന്നപ്പോൾ കുറച്ച് പിള്ളേരല്ലേ എന്ന് വിചാരിച്ച് 5-6 പേരൊക്കെ ഇരുന്നു. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ശരിയായി. കണ്ടോ എന്നിട്ട് തെളിഞ്ഞ വെള്ളം നോക്കിയാൽ നമുക്ക് അറ്റം വരെ നമുക്കിങ്ങനെ നടന്ന് പോകാം. പക്ഷേ കല്ലുകൾ ഭയങ്കര കല്ലുകളായതുകൊണ്ട് നമുക്ക് നടക്കുമ്പോഴേ നമ്മൾ സൂക്ഷിച്ച് നടക്കണം, അല്ലെങ്കിൽ വഴിക്ക് ഇങ്ങനെ വീഴും കേട്ടോ. ഒരുപാട് പേര് അപ്പുറത്തേക്കൊക്കെ പോയി. പക്ഷേ ഞങ്ങൾ അപ്പുറത്തേക്ക് പോകുന്ന ടൈം ആകുമ്പോഴത്തേക്കും കൊട്ടവഞ്ചിയിൽ ഞങ്ങളുടെ ടൈം വന്ന് പോകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് തിരിച്ച് കയറാണ് കേട്ടോ. അതുകൊണ്ടാണെങ്കിൽ മുമ്പത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവനൊക്കെ അങ്ങോട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് കല്ലായതുകൊണ്ട് അവനെ വിടാനും പറ്റില്ല. ഞാൻ തന്നെ പത്തോന്ന് പറഞ്ഞാൽ ഞാൻ നടക്കണം. അതിൻ്റെ ഇടയിൽ ഇവനും കൂടി പിടിച്ച് അവിടെ വരെ നടക്കാനായിട്ടുള്ള ധൈര്യം എനിക്കുണ്ടായില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയിൽ വെള്ളത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ പരല് മീനൊക്കെ ഇങ്ങനെ കിടന്ന് നീന്തിപ്പോണ്ട്. അപ്പോൾ പിടിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഭയങ്കര തണവായിരുന്നു വെള്ളത്തിന് കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ആദ്യം ഞങ്ങൾ ഇത്ര പേരൊക്കെ ഇരുത്താനൊക്കെ ആയിട്ട് ഈ ചേട്ടന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര ചൂടനാണെന്നാണ്. അപ്പോൾ കുറേ നേരം ഞങ്ങൾ ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ആളിങ്ങനെ സംസാരിച്ചൊക്കെ തുടങ്ങിയപ്പോൾ മനസ്സിലായി ആൾ കൂളായിട്ടുള്ളൊരാളാണെന്ന്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഞങ്ങളോട് ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നല്ല പൊരിഞ്ഞ വെയിലുള്ളപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഈ കൊട്ടവഞ്ചി സവാരി നടത്തിയത്. സാധാരണ ഉച്ചതിരിഞ്ഞ് 3 മണി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സവാരി ചെയ്യാൻ കൂടുതൽ ആൾക്കാർ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് സീസൺ ആയതുകൊണ്ട് അത്ര ഈ ടൈമിലൊക്കെ ആൾക്കാർ വരണം. ഞങ്ങൾക്കിതൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ഇടയ്ക്ക് മരങ്ങളൊക്കെ ഇങ്ങനെ വരുമല്ലോ നമ്മൾ പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ തണലുള്ള കാരണം നമുക്ക് വലിയ ചൂടൊന്നും അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര ചൂടിൽ കുറച്ച് നേരം പോകുമ്പോൾ ചേട്ടൻ ഈ തണലത്ത് കുറച്ച് നേരം നിർത്തി തരും, ഇത്തിരി തണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളുടെ പിന്നാലെ തന്നെ ഫെമി വരുന്നുണ്ട് കേട്ടോ. ഫെമിയാണെങ്കിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി തുരത്തുരാന്നിങ്ങനെ സെൽഫി എടുത്തുകൊണ്ടിരിക്കണ്ട കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ടൊരു ഈ ചേട്ടനൊരു കറക്കം ഞങ്ങളിനി കറങ്ങാൻ പോവാണ് കൊട്ടവഞ്ചിയിൽ. അല്ല എൻ്റെ ഈഴവ മാതാവ് കറങ്ങണ്ടാ അങ്ങനെ ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ പോയി കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ ഫ്രണ്ടാണ് ടിൻഡ, എൻ്റെ ബാല്യകാല സുഹൃത്ത്. നല്ല കറങ്ങണേ. അയ്യോ അതോട്ട് പിടിക്കേ. അയ്യോ തല കറങ്ങണേ. അയ്യോ നിങ്ങൾക്കല്ല കറക്കാണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് കറങ്ങിയപ്പോ? ഭയങ്കര രസം. എനിക്ക് ആ ഒരു മറ്റൊരു മറവത്തൂർ കാരണമില്ലേ, അതിന് മറ്റേ ബീച്ച് മറ്റേ മോഹിനി മരിക്കില്ലേ, അതേ പിന്നെ പേടിക്ക് സാധനം. ഞാൻ ആദ്യമായിട്ട് സിനിമയില് ഇവിടെയൊക്കെ താഴ്ച ചേട്ടൻ നോട് നോക്കി ശരിക്കും ഇതെന്റെ ബ്ലോഗിലേക്കുള്ളതാ. ഈ ചേട്ടനാണ്ടാ നമ്മളെ കൊണ്ട് അയാള് എന്നെ കുറിച്ച് നിനക്ക് എന്തെങ്കിലുമൊക്കെ അവയ്ക്കാതെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ കുട്ടികളെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇറക്കി വിട്ടത് ആളാണ്, ആള് മോശക്കാരനാണ്. മോശക്കാരനാണ് നിങ്ങളുടെ ഡ്യൂട്ടിയുടെ കേസല്ലേ, കുഴപ്പമില്ല. അല്ല എല്ലാവർക്കും അത് മനസ്സിലാവില്ല. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അത് കുഴപ്പമില്ല. നിങ്ങളെവിടെ? തൃശ്ശൂരോ? തൃശ്ശൂർ.
എൻ്റെ പൊന്നു ദൈവമേ, എനിക്ക് തല കറങ്ങിയിട്ടാ ശരിക്കും ആ റൗണ്ടിൽ ഇങ്ങനെ കറക്കിയപ്പോൾ. എനിക്കാണെങ്കിൽ ഇങ്ങനെ വട്ടം കറങ്ങുന്ന സംഭവങ്ങളൊന്നും എനിക്ക് പറ്റില്ല. അപ്പം എനിക്ക് തല കറങ്ങും. സാധാരണ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കൈ പിടിച്ചിട്ട് വട്ടം കറങ്ങിയാൽ തന്നെ എനിക്ക് കറങ്ങണ ആളാണ്. ഇത് കൊട്ടവഞ്ചി കറക്കം നിർത്തി കഴിഞ്ഞിട്ടും എൻ്റെ തലയിലെ കറക്കം നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അതങ്ങ് ശരിയായി. അങ്ങനെ ഞങ്ങളുടെ കൊട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞു. ചേട്ടനൊരു ടാറ്റു കൊടുത്ത് പോന്നു. ആന്റിക്ക് ഇഷ്ടായ കൊട്ടവഞ്ചി സവാരി? ഇഷ്ടായ? കറക്കിയപ്പോ പേടിയായില്ലേ? ചെറുതായിട്ട് എന്റെ തല കറങ്ങി. സിബി മോനെ, നിനക്ക് കറക്കിയപ്പോ പേടിയായ? തല കറങ്ങിയില്ലേ? എനിക്ക് തല കറങ്ങി. എനിക്ക് തല കറങ്ങിയിട്ട് അവര് നിർത്തിയതിന് ശേഷം എന്റെ തല ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അച്ഛാ ക്യാമറയ്ക്ക് നോക്ക്. ഇതൊക്കെ നാളെ 2-3 ആൾക്കാരൊക്കെ കാണും. 2-3 കുറച്ച് പേരൊക്കെ കാണും. ആദ്യട്ട് പോയാ ചെരുപ്പിട്ട് തരാം. 9 പോയിട്ട് ആദ്യട്ടിന് കറക്കിയപ്പോ പേടിയായ? പേടിയായ? അതെ. അങ്ങോട്ട് നോക്കൂ. അമ്മയ്ക്ക് ഭയങ്കര ധൈര്യം ഇതുകൊണ്ട് കൊട്ടവഞ്ചിയിൽ വന്നില്ല. അത് തരത്തില് നന്നായി. അത് കറങ്ങുമ്പോഴേ ഭയങ്കര പേടിയാവും. എനിക്ക് എന്നെ പേടിയായി. ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം കൊട്ടവഞ്ചി സവാരി ഇത്തിരി പേടിയാണെങ്കിലും ബാക്കി പ്രകൃതി കൊണ്ടും പിന്നെ വെള്ളവും ഈ അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ കോന്നിന്ന് ഞങ്ങൾ തിരിക്കടേക്കാളും മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വർക്കലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത്. കടലിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അവിടെയൊക്കെ നിറയെ കയറൊക്കെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഒരാൾ മരിച്ചു എന്നോ പിന്നെ ഒരുപാട് തിരകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും ഇറക്കണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഈ കയറിൻ്റെ ഇപ്പുറത്ത് നിന്ന് കടലൊക്കെ ഒരു ആള് മുങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറക്കണില്ല. അപ്പം ഞങ്ങളവിടെ പോസ്റ്റ് ആയിട്ടിരിക്കുക. എന്തായാലും വന്നു. ഞങ്ങൾ മാത്രമായിട്ട് പോസ്റ്റായിട്ട് ഇരുന്നോളാം. പിള്ളേരൊക്കെ അവർക്ക് പറ്റുന്ന പോലെ എൻജോയ് ഒക്കെ ചെയ്തു. മണലിൽ കുഴി ഉണ്ടാക്കിയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അവർ അങ്ങനെ എറിഞ്ഞ് കളിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് അവർ എൻജോയ് ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വർക്കലയിൽ നിന്ന് പിന്നെ നേരെ പോയത് എൻ്റെ വീട്ടിലോട്ടാണ്. ട്രിവാൻഡ്രത്തുള്ള എൻ്റെ വീട്ടിലോട്ടാണ് പോയത് കേട്ടോ. അവിടെ രാത്രി നിന്നിട്ട് പിറ്റേ ദിവസം വേറെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ.